കാണരുതെന്ന് പറയുന്നത് ഈ സിനിമകളൊക്കെ കണ്ടിരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെയാണ്. ഒരു സാധാരണ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമകളൊക്കെ കണ്ടു തീർക്കുക എന്ന് പറയുന്നത് വളരെ വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. പല രാജ്യങ്ങളിലും നിരോധിച്ചിട്ടുള്ള സിനിമകളാണിവ. പ്രത്യേകിച്ചും ഈ എക്സ്ട്രീം ആയിട്ടുള്ള കണ്ടൻറ്റുകളൊക്കെ വരുന്ന സിനിമകൾ, ടോർച്ചർ, വയലൻസ് രംഗങ്ങൾ, അതുപോലെ ഹൊറിബിളായിട്ടുള്ള സീൻസ്, ഡിസ്റ്റർബിങ് രംഗങ്ങൾ, ന്യൂഡിറ്റി, സെക്ഷൽ കണ്ടൻറ്റ്, അറപ്പുളവാക്കുന്ന രംഗങ്ങൾ, ഇങ്ങനെയുള്ള എക്സ്ട്രീം ആയിട്ടുള്ള കണ്ടൻറ്റുള്ള സിനിമകളാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമകളൊന്നും ഞാൻ ആർക്കും പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാണുന്നത് നിങ്ങളുടെ സ്വന്തം റിസ്കിൽ മാത്രം. പ്രത്യേകിച്ചും 18 വയസ്സിന് താഴെയുള്ള ആളുകൾ ഒരിക്കലും ഈ സിനിമകളൊന്നും കാണാൻ ശ്രമിക്കരുത്. ഇത് ആക്ച്വലി നമ്മുടെ പാർട്ട് 3 വീഡിയോ ആണ്. ഇതിന് മുമ്പ് 2 വീഡിയോകൾ കൂടി ഉണ്ട് ഈ ഒരു വീഡിയോ സീരീസിൽ. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കമൻസിൽ കൊടുക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ സിനിമയുടെ പേര് ഗ്രോട്ടെസ്ക്. 2009 പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ജാപ്പനീസ് ഹൊറർ സിനിമയാണിത്. ഞാൻ കണ്ടിട്ടുള്ള സിനിമകളിൽ എനിക്ക് വയലൻസ് കൊണ്ട് കാണാൻ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ളൊരു സിനിമയാണിത്. ചില രാജ്യങ്ങളിലൊക്കെ ഇതിൻ്റെ DVD ഇറങ്ങുന്നത് പോലും അവർ ബാൻ ചെയ്തിട്ടുണ്ട്. ഒരു യങ് കപ്പിളിനെ തട്ടിക്കൊണ്ടുപോയിട്ട് അതിക്രൂരമായിട്ട് ടോർച്ചറിന് ഇരയാക്കുന്ന ഒരു സൈക്കോയുടെ കഥയാണ് ഈ സിനിമ പറയുന്നത്. ശരിക്കും ഈ അതിക്രൂരം എന്നതിനേക്കാൾ ഭീകരമായിട്ട് വേറെ എന്തെങ്കിലും വാക്കുണ്ടെങ്കിൽ അതാണ് ഉപയോഗിക്കേണ്ടത്. അത്രയ്ക്കും ഭീകരമായിട്ടാണ് അവർ ആ ഒരു കപ്പിളിനോട് ഈ ഒരു സൈക്കോ പെരുമാറുന്നത്. ഈ സാഡിസ്റ്റ് സൈക്കോ ടൈപ്പ് പടങ്ങളൊക്കെ താല്പര്യമുള്ളവർക്ക് മാത്രം പറ്റിയിട്ടുള്ള സിനിമയാണ്. അടുത്ത സിനിമയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള മൊണീക്ക ബെലൂച്ചി പറഞ്ഞിട്ടുള്ളത് അവർക്ക് ഒരിക്കലും ഈ ഒരു സിനിമ കണ്ടു തീർക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ്. 2002 പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ഫ്രഞ്ച് ചലച്ചിത്രമാണ്. സിനിമയുടെ പേര് ഇറിവേഴ്സിബിൾ. ഇത് ആക്ച്വലി നല്ല നിലവാരമുള്ളൊരു സിനിമയാണ്. ടെക്നിക്കലി പടം ഭയങ്കര കിഡ്ലൻ ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ ഇത് ഒരു റിവേഴ്സ് ഓർഡറിൽ നീങ്ങുന്ന ഒരു സിനിമയാണ്. അതായത് നമ്മൾ ആദ്യം കാണുന്നത് ഇതിൻ്റെ ക്ലൈമാക്സ് ആയിരിക്കും, പിന്നീട് ആ ഒരു റിവേഴ്സ് ഓർഡറിലാണ് സിനിമ മുന്നോട്ട് നീങ്ങുന്നത്. ഇതിലൊരു പെർട്ടിക്കുലർ സീനുണ്ട്. ആ സീന് എൻ്റെ അഭിപ്രായത്തിൽ ആ ഒരു സീന് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു സീനാണത്. ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ളൊരു മൂവി. അടുത്തതൊരു ജാപ്പനീസ് ഹൊറർ മൂവിയാണ്. ഒരു ഹോസ്പിറ്റലിലാണ് ഇതിൻ്റെ കഥ നടക്കുന്നത്. അവിടെയുള്ള ഒരു ഡോക്ടറുടെ ഒരു മിസ്റ്റേക്ക് മൂലം ആ ഹോസ്പിറ്റലിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമയിൽ. സിനിമയുടെ പേര് ഇൻഫെക്ഷൻ. 2004 ഈ സിനിമ പുറത്തിറങ്ങിയിട്ടുള്ളത്. മുൻപ് പറഞ്ഞിട്ടുള്ള സിനിമകളെ പോലെ അത്രയ്ക്ക് വയലൻസ് ഒന്നും വരുന്നൊരു സിനിമയല്ല. എങ്കിൽ കൂടി അത്യാവശ്യം അറപ്പുളവാക്കുന്ന രംഗങ്ങളൊക്കെ ഈ സിനിമയിലുണ്ട്. ഈ സിനിമ ഒരു ക്ലാസിക് ജാപ്പനീസ് ഹൊറർ സിനിമയായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു പടമാണ്. അടുത്തതൊരു വല്ലാത്ത പടമാണ്. ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരത്തേക്ക് ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചൊന്നും ചിന്തിക്കുകയേ വേണ്ട. ഒരു നടിയാകാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി അതിനുവേണ്ടി ശ്രമിച്ച് അത് പരാജയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സംഘർഷം പോലും അവൾ സ്വന്തം ശരീരം തന്നെ തിന്നാൻ തുടങ്ങുകയാണ്. അത്തരത്തിലൊരു വല്ലാത്ത കഥ പറയുന്ന ഈ സിനിമയുടെ പേര് ഈറ്റ് എന്നാണ്. 2014 ഈ സിനിമ പുറത്തിറങ്ങിയിട്ടുള്ളത്. കാനിബലിസമൊക്കെ നമ്മൾ മുൻപ് പല സിനിമകളിലും കണ്ടിട്ടുണ്ടെങ്കിൽ കൂടി അതിൻ്റെ ഇത്തരത്തിലൊരു വേർഷൻ എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു പുതുമ തന്നെയാണ്. വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരാൾക്ക് നമ്മൾ നിർബന്ധിച്ച് മാംസം കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? ചിലപ്പോൾ കൂടുതലായിട്ടൊന്നും സംഭവിക്കില്ലല്ലേ. പക്ഷേ ഇവിടെ നമ്മൾ നായികയ്ക്ക് അതിനുശേഷം മാംസത്തോട് ഭയങ്കരമായിട്ടുള്ള ആസക്തി ഉണ്ടാവുകയും അത് അവളെ മനുഷ്യ മാംസം കഴിക്കുന്നതിലേക്കൊക്കെ കൊണ്ടുചെന്ന് എത്തിക്കുകയും ചെയ്യുന്നു. 2014 പുറത്തിറങ്ങിയിട്ടുള്ള ഫ്രഞ്ച് ചിത്രമായിട്ടുള്ള റോ എന്ന് പറയുന്ന സിനിമ. ഇത് അത്യാവശ്യം നിരൂപക പ്രശംസയൊക്കെ നേടിയിട്ടുള്ളൊരു സിനിമയാണ്. ടൊറോണ്ടോ ഫിലിം ഫെസ്റ്റിവലിൽ ഈ സിനിമ പ്രദർശിപ്പിച്ചപ്പോൾ അത് കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരിൽ കുറച്ച് പേര് ബോധം കെട്ട് വീഴുകയൊക്കെ ഉണ്ടായി. ഈ വയലൻസ് കൊണ്ടല്ല, പക്ഷേ അത്യാവശ്യം ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള കുറച്ച് രംഗങ്ങളൊക്കെ ഉള്ളൊരു സിനിമയാണിത്. നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള സിനിമകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് കമൻസിൽ എഴുതൂ. നമുക്ക് അടുത്ത പാർട്ടിൽ അതൊക്കെ ഉൾപ്പെടുത്താം. വീണ്ടും കാണാം. നന്ദി.